മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി മജീദ് സാഹിബ്, നമ്മളോട് സംസാരിച്ചു പോയ അഭിനന്ദനായ നമ്മുടെ നേതാവ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, ഇവിടെ ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്ന പ്രിയമുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, മറ്റ് നേതാക്കളെ, MLA മാരെ, പ്രിയമുള്ള ജനപ്രതിനിധികൾ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കൾ, മുസ്ലിം ലീഗ് വളരെ നന്മ നിറഞ്ഞ ഒരാഹ്വാനവുമായി മുന്നോട്ട് വന്നപ്പോൾ അതിനിത്ര വലിയ സ്വീകാര്യത നൽകിയ ഈ വമ്പിച്ച ജനാവലിയെ ഞാൻ ആദ്യമായി നന്ദിപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. ലീഗ് ഉയർത്തിപ്പിടിച്ച ആ കാര്യത്തിന്റെ നന്മ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് ഈ ജനപഥങ്ങളുടെ ഒത്തുചേരലെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, ലോകത്തിലെ ഏറ്റവും നല്ല രാജ്യമാണ് നമ്മുടെ രാജ്യം. കാരണം ലോകത്ത് പിറന്ന എല്ലാ മതങ്ങളും ഇവിടെയുണ്ട്, എല്ലാ ജാതിയും ഇവിടെയുണ്ട്. ആ നിലയിൽ ഏറ്റവും നല്ലൊരു ഭരണഘടന നമുക്ക്, നമ്മുടേതുപോലെ നല്ലൊരു ഭരണഘടന ലോകത്ത് ഒരു രാജ്യത്തിനുമില്ല. ആ ഭരണഘടനയുടെ ഏറ്റവും വലിയ ആത്മാവ് 2-3 കാര്യങ്ങളിലാണ് ഉൾക്കൊള്ളുന്നത്. ഒന്ന്, ആർട്ടിക്കിൾ 14, നിയമത്തിന് മുമ്പിൽ തുല്യനീതി. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും അല്ലാത്തവരായിരുന്നാലും എല്ലാവർക്കും ഒരു നീതി. ആർട്ടിക്കിൾ 25, 28 ആർക്ക് അവരുടെ മതപ്രകാരം ജീവിക്കാൻ മാത്രമല്ല, പ്രാക്ടീസ് ആൻഡ് പ്രൊഫസർ, നിങ്ങൾക്ക് പ്രചരണം നടത്തുകയും ചെയ്യാം, അത് പിന്നെ വിശ്വസിക്കുകയും ചെയ്യാം. അത് മറ്റൊരു പ്രധാന കാര്യമാണ് ആർട്ടിക്കിൾ 31, നിങ്ങൾക്ക് നിങ്ങളുടെ മതപ്രകാരമോ അല്ലാത്തതുമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കാൻ, നടപ്പിലാക്കാം. സ്കൂളും കോളേജും ഉണ്ടാക്കാൻ മാത്രമല്ല, എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദർ ചോയ്സ്. നിങ്ങളുടെ മതപ്രകാരമുള്ളത് നിങ്ങൾ നടത്താം. ഈ ആർട്ടിക്കിൾ 14 ആകട്ടെ, 25 ആകട്ടെ, 28 ആകട്ടെ, ആർട്ടിക്കിൾ 31 ആകട്ടെ, ഇന്ത്യൻ ഭരണകൂടവും ഇപ്പൊ കേരളത്തിലും നിർദാക്ഷിണ്യം അതിനെ വെട്ടി നുറുക്കുകയാണ്. അത് കണ്ടില്ലെന്ന് നടിക്കാൻ ഒക്കില്ല എന്ന ഉത്തരവാദിത്ത ബോധമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതികരണമാണ് ഈ സമ്മേളനം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. കേന്ദ്രത്തിൽ എന്ത് നടക്കുന്നു? ഇവിടെ പറഞ്ഞു, വിശ്വസിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, മതപ്രചരണം നടത്താനും സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ NIA എന്ന് പറയുന്ന കുറ്റാന്വേഷണ ഏജൻസി അവരങ്ങ് കരാർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഓരോരുത്തരെ എങ്ങനെ പ്രതിയാക്കണമെന്ന് UAP ചുമത്താൻ. UAPയുടെ സീനുമായിട്ട് നടക്കുകയാണ് NIA. ഷാക്കിർ നായിക്കിന്റെ പേര് ചുമത്തി. വളരെ സിമ്പിളായ ഒരു ചോദ്യമുണ്ട്. ഇക്കാലത്ത് പണ്ടത്തെ മാതിരിയല്ല, ഒളിച്ചു വെക്കാൻ കഴിയുന്ന ഒരു കാര്യവും. ഷാക്കിർ നായിക്ക് ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ രാജ്യം നടത്തിയിട്ടുണ്ട്. ഈ കോഴിക്കോടങ്ങാടി നിങ്ങൾ നോക്കിയാൽ ഷാക്കിർ നായിക്കിന്റെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത എത്രയോ പുസ്തകങ്ങളുണ്ട്. ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത ഒരാൾ അയാളെ പേര് UAPയെ ചുമത്തുന്ന സമയത്ത് ഈ NIA ഒരു വാക്ക് പറയാൻ നോക്കുമോ? ഈ CD-കൾ നോക്കി, ഈ കാസറ്റുകൾ നോക്കി, ഈ ബുക്ക് നോക്കി തീവ്രവാദത്തെ പരിപോഷിപ്പിക്കുവാൻ ഷാക്കിർ നായിക്ക് ഇന്നത് ചെയ്തുവെന്ന് NIA ഒരക്ഷരം ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ വയ്യ. ഇന്റർപോളിന്റെ സഹായത്തോടെ അവിടുന്ന് പിടിച്ചുകൊണ്ടുവരാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. പീസ് TV നിരോധിച്ചു, വെബ്സൈറ്റ് നിരോധിച്ചു. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തെ 5 കൊല്ലമായി നിരോധിച്ചു. ഞാൻ ചോദിക്കുന്നത്, TV തുറന്നു നോക്കിയാൽ എത്ര ചാനലുണ്ട് ഇവിടെ? ഇന്ത്യയിൽ നിന്ന് വരുന്നത്, ലോകത്ത് വരുന്ന എല്ലാ ചാനലും ഇപ്പോൾ ഇവിടെ കിട്ടും. ആകാശത്തിന് വേലി കെട്ടി നിർത്താൻ ഒക്കില്ല. എല്ലാ രാജ്യത്തിന്റെയും ചാനൽ ഇവിടെയുണ്ട്. ഈ ചാനലിലെ കണ്ടന്റ് മുഴുവൻ പരിശോധിച്ചിട്ടുള്ളൂ NIA. പല മതത്തിന്റെയും പേരിൽ സംസാരിക്കുന്ന ആളുകൾ വെടിമരുന്ന് തീ കൊടുക്കുന്നവരുടെ പ്രസംഗം ചെയ്തിട്ട് അതിലേതെങ്കിലും ഒരു ചാനലിന് ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ ഈ ഗവൺമെന്റ്? നിങ്ങൾക്ക് പീസ് TV പറ്റില്ല. എന്താ തയ്യാറ്? എന്താ പീസ് TV കാലം വരെ ചെയ്തതിൽ തെറ്റെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ?
ഇപ്പൊ നിങ്ങൾ ഇദ്ദേഹത്തെ ഭീകരനാക്കുന്നു. അതിനെ കണ്ടുപിടിച്ച കാരണം എന്താണെന്നറിയോ? അതിനെ കണ്ടുപിടിച്ച കാരണം ധാക്ക ബ്ലാസ്റ്റിൽ പങ്കെടുത്ത ചെറുപ്പക്കാരൻ ഒരാൾ ഇദ്ദേഹത്തിന്റെ ക്ലാസ് കേട്ട് ആവേശഭരിതനായിട്ടേ. വല്ലാത്ത ചാർജാണല്ലോ. കൊലപാതകം നടക്കുന്ന സമയത്ത് പ്രതി ധരിച്ചത് ബാറ്റ കമ്പനിയുടെ ഷൂ ആണെങ്കിൽ ബാറ്റ കമ്പനിയെ പ്രതിയെടുത്ത് കേസെടുക്കണമെന്ന് പറയുന്ന പോലുള്ള വിട്ടിത്തമല്ലേ? അതാണ് അദ്ദേഹത്തിന്റെ പേരിൽ നിങ്ങൾ കൊടുത്ത ചാർജ്. തന്റെ ജീവിതകാലം മുഴുവനും അൻവർ ദീദാത്തിനെ പോലുള്ള മതപ്രബോധകന്മാരിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് ഡിബേറ്റ് നടത്തി സാഹിത്യത്തിലൂടെ പ്രവർത്തനത്തിലൂടെ സുതാര്യമായ മതപ്രബോധനം നടത്തിയിട്ടുള്ള ഷാക്കിർ നായിക്കിനെ നിങ്ങൾ ഭീകരനാക്കി. അതാ കുഞ്ഞാലിച്ചോട് പറഞ്ഞത്, നിങ്ങളില്ലാത്ത ഭീകരത ഉണ്ടാക്കുകയാണ്. അദ്ദേഹത്തിന് പേരെടുത്തു. ഞങ്ങൾ ചോദിക്കുന്നത്, എവിടെയാണ് ഇവിടെ തുല്യനീതിയുടെ കാര്യം? അദ്ദേഹത്തിന് പ്രസംഗിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യമില്ല. മറ്റൊരു ഉദാഹരണം കേരളത്തിലാണ്. ഒരു ടി വിയിൽ വന്നൊരു വാർത്ത. ടി വിയിൽ ആ വാർത്ത വരുന്നതിന് മുമ്പ് ആരും അറിഞ്ഞിരുന്നില്ല. എന്താ ടി വിയിൽ വന്നൊരു വാർത്ത? NIA ഒരു മുസ്ലിയാരുടെ പേര് കേസെടുത്തിരിക്കുന്നു. നമ്മുടെ നാട്ടുകാരനാണ്, പെരുങ്ങത്തൂർക്കാരന്. അനീഫ മുസ്ലിയാർ എന്ന പേര്. 3.5 മാസമായിട്ട് ആ സാധു ജയിലിലാണ്, ബോംബെയിലെ ജയിലിൽ. എന്താ അദ്ദേഹം ചെയ്ത കുറ്റം അറിയും? NIA കണ്ടെത്തിയിരിക്കുന്നത്, UAPS കണ്ടെത്തിയിരിക്കുന്നത്, പഠനം നിന്ന് കുറച്ച് കുട്ടികൾ ഒളിച്ചുപോയി. പഠനം പോയ കുട്ടികൾ ISIS ചേർന്നു ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട്. അവിടെ ചേർന്നായിട്ട് എന്ത് വരെ ഒരു രേഖ അവർ പറഞ്ഞു ചേർന്നെങ്കിൽ ചേരട്ടെ, അതിലേക്ക് ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് നടത്തിയിട്ടില്ല. പോയ കുട്ടിന്റെ വാപ്പ ഒരാൾ ബോംബെയിൽ കച്ചവടക്കാരനാണ്. NIA അടുത്ത് എന്നിട്ട് പറഞ്ഞു, എങ്ങനെ നിങ്ങൾ മോൻ പോയത്? അതുകൊണ്ട് എനിക്ക് അങ്ങനെ അവൻ പോയി, ഞാനിവിടെ കച്ചവടമാണ്. അപ്പൊ NIA ചോദിച്ചു, നിങ്ങളെ കുട്ടിക്ക് മതബോധമുണ്ടോ? ആ മതബോധമൊക്കെ ഉണ്ട്. അവനെ മതം പഠിപ്പിച്ചത് അനീഫ മുസ്ലിയാർ. ഓഹോ, അനീഫ മുസ്ലിയാർ. NIA അനീഫ മുസ്ലിയാരെ പൊക്കിയിട്ട് കൊണ്ടുപോയിട്ട് 3.5 മാസമായ ആ പാവം ജയിലിൽ കിടക്കുകയാണ്. ഇന്നുവരെ ജാമ്യം കിട്ടിയിട്ടില്ല. കാരണം UAP ആണ്, ബോംബെ ജയിലാണ്. ഈ ചാനൽ പുറത്തോട്ട് എന്താ അറിയോ? ഈ കേസ് കൊടുത്ത ഈ മജീദ് എന്ന് പറഞ്ഞ ആളുടെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവരുടെ കയ്യിലുള്ളത്. എന്നെ മോനെ മതം പഠിപ്പിച്ചത് അനീഫ മുസ്ലിയാരാണ്. അയാൾ TV-ക്കാരോട് പറഞ്ഞു, NIA എന്റെ സ്റ്റേറ്റ്മെന്റായിട്ട് FIR കൊടുത്തിട്ടുള്ള ഒറ്റ കാര്യവും ഈ പറഞ്ഞ വാക്കല്ലാതെ ഞാൻ പറഞ്ഞിട്ടേയില്ല. ഒരു മലയാളം ചാനലാണ് പുറത്തു കൊണ്ടുവന്നത്. ഞാൻ ആ മുസ്ലിയെ പറ്റി മറ്റൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ പണ്ഡിതൻ എന്റെ വാക്ക് കൊണ്ട് ജയിലിൽ കിടക്കുന്ന എനിക്ക് സങ്കടമുണ്ട്. എന്നാൽ ചാനലിലൂടെ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു. ഇപ്പം ജാമ്യം ചോദിച്ചുകൊണ്ട് കൊടുത്തിട്ട് എന്താ കാരണം അറിയോ? UAP ഒരു തകരാറുണ്ട്. ക്രിമിനൽ കേസിലടക്കം 90 ദിവസത്തിനുള്ളിൽ ജാമ്യം കൊടുത്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ജാമ്യം കിട്ടും. ഇറങ്ങിപ്പോരാ, ജാമ്യം അനുവദിക്കണം, കമ്പൽസറിയാണ്. ഇതിൽ 6 മാസം ഈ ചാർജ് ഷീറ്റ് പോലും കൊടുക്കാതെ ജയിലിടാം. അവർക്ക് സൗകര്യമാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഒറ്റ കടലാസ് കൊടുത്താൽ മതി, ഇൻവെസ്റ്റിഗേഷൻ ഇസ് നോട്ട് ഓവർ, ഇറ്റ്സ് കണ്ടിന്യൂയിങ് എന്നൊരു കടലാസ് കൊടുത്താൽ 6 മാസമായി വിചാരണ കൂടാതെ ആരെയും ജയിലടക്കാൻ പറ്റുന്ന നിയമമാണ് UAPA. അതുപോലെ അവിടെ കിടത്തിരിക്കുകയാണ്. ഞാൻ വക്കീലോട് ചോദിച്ചു, അല്ല ഇവര് ഈ മജീദിന്റെ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ കൊടുത്തത്. മജീദ് തന്നെ ഇപ്പൊ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞിരിക്കും, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഇതും കൂടി പറഞ്ഞു. എനിക്ക് അവരെന്താ എഴുതിയെന്ന് പിന്നെ മനസ്സിലായത്. എനിക്കതൊരു സങ്കടമുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു വക്കീലിനോട്, ഇങ്ങനിപ്പോ ഇത് പറഞ്ഞുകൊണ്ട് കേസിന് വല്ല കുളം കിട്ടും, അത് കൊടുത്തുകൂടെ, ജാമ്യം കിട്ടൂലേ എന്ന് ചോദിച്ചു. അപ്പൊ വക്കീൽ പറഞ്ഞു, അത് പറ്റില്ല. UAP കേസെടുത്ത് ഇപ്പൊ സർക്കാരിൻ്റെതായിപ്പോയി കേസ്. ഞാൻ ചോദിക്കുന്നത്, ഒരു പണ്ഡിതൻ, ഞാൻ അദ്ദേഹത്തെ പെരുങ്ങത്തൂർക്കാരാണ്, ഞാൻ പ്രത്യേകം അറിയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ മത്സരിച്ച് പണ്ടെടുത്തുള്ളതാണ്. അവർ പറഞ്ഞ് ഇയാൾക്ക് 2 ജോലിയേ ഉള്ളൂ. ഒന്ന് വീട്, അത് കഴിഞ്ഞാൽ പണി. ആ 2 സ്ഥലത്തൊക്കെ ഈ സാധനം കാണില്ല. ഇവിടുത്തെ CPM-മാരോ അല്ലെ BJP-ക്കാരോ ആരും പോയിട്ട് അന്വേഷിക്കട്ടെ. ഒരു എറുമ്പിനെ പോലും ദ്രോഹിച്ചിട്ടില്ലാത്ത സ്വാത്വികനായ മനുഷ്യൻ UAP പേരിൽ 3.5 മാസമായി ജയിലിൽ കിടക്കുന്നു. ഇനി എപ്പോഴാണ് അദ്ദേഹത്തിന്റെ
ബെയിൽ അപ്ലിക്കേഷൻ സമർപ്പിക്കാൻ കഴിയാമെന്ന് ഇപ്പോഴും ബോധ്യമില്ല. അതിന്റെ ഏട്ടന്മാരുടെ വയനാട്ടിൽ കച്ചവടമാണ്. ഒരു ദിവസം ഞാനവരെ വിളിച്ചു ചോദിച്ചു, അതല്ല നിങ്ങൾ എന്താണ് പോയിട്ട് ഇടപെടാത്തത്? അപ്പൊ പറഞ്ഞു, ബഷീർ ഖാൻ ഞങ്ങൾക്ക് പേടിയായി. ഞാൻ വെച്ചാൽ എന്താ പേടി? NIA കൊണ്ടുപോയ കേസാണ്, UAPന്റെ കേസാണ്. ഞങ്ങൾ പോയാൽ ഞങ്ങളെയും കൊടുക്കുമെന്ന പേടി. അതെന്റെ സഹോദരന്മാർക്ക് പോലും പേടിയാണ്. ജയിലിൽ പിടിച്ച ഹനീഫ മുസ്ലിയാരെ ജാമ്യത്തിലെടുക്കാനുള്ള നീക്കം നടത്താൻ പോലും ആളുകൾ പേടിക്കുന്ന അവസ്ഥ വിശേഷത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോവുകയാണ് NIA. പണ്ട് CBIയെ കുറിച്ച് കൂട്ടിളക്കപ്പെട്ട തത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെയല്ല, BJPക്ക് വേണ്ടി NIA ദാസ്യവേല ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള കുപ്രസിദ്ധമായ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. 2008 മാലഗാം ബ്ലാസ്റ്റ് കേസിൽ അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറോട് മെല്ലെ പോകാൻ നിർദ്ദേശം കൊടുത്തവരാണ് NIA. ആ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റാൻ നേതൃത്വം കൊടുത്തവരാണ് അവർ. ജാതി കാര്യങ്ങൾ രാജ്യത്ത് ചെയ്യുമ്പോ എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടായിരുന്നാലും മിണ്ടാതിരിക്കാൻ ഒക്കില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭരണഘടനയെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഇത്തരം നീക്കത്തിലായി പ്രതിരോധിക്കും. അപ്പൊ ഇവിടെ മറ്റൊരു സംഗതി, BJP ഗവൺമെന്റിന്റെ വർഗീയതയെ തകർക്കാൻ, ഫാസിസത്തെ തകർക്കാൻ ഇന്ത്യയിൽ ഞങ്ങളെ ഉള്ളുവെന്നായിരുന്നുവല്ലോ ഇടതുപക്ഷത്തിന്റെ വാദം. ബീഫിന്റെ പ്രശ്നം വന്ന സമയത്ത് മഹാരാജാസ് കോളേജിൽ ബീഫ് കറി ഉണ്ടാക്കി അവർ പ്രതിഷേധം രേഖപ്പെടുത്തി. പാവം സമുദായം വിചാരിച്ചു മിടുക്കന്മാർ, അവർ ബീഫ് കറി ഉണ്ടാക്കിയല്ലോ. കേരളത്തിൽ ബീഫ് കറി ഉണ്ടാക്കാൻ ഇടതുപക്ഷം വേണമെന്നില്ല, ആർക്കും ഉണ്ടാക്കാം. ഇവിടെ ബീഫിന്റെ പ്രശ്നം ഇവിടെ ഇല്ല, ഇവിടെയാണ് കാണിച്ചത്. എന്നാൽ UAPയുടെ പേരിൽ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന, NIA എടുക്കുന്ന അതേക്കുറിച്ചുള്ള ശ്രമങ്ങൾ കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള CPMന്റെ ഭരണകൂടം സുഖമായിട്ട് എടുത്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പൊ MM അക്ബറിന് കേസെടുക്കുന്നു. MM അക്ബറിന് ചില പത്രങ്ങളിൽ ഒളിച്ചോടി MM അക്ബർ പ്രസ്താവന വന്നു. എന്താ MM അക്ബർ ചെയ്തിട്ടുള്ള തെറ്റ്? MM അക്ബർ എത്രയോ പ്രസംഗം ഇവിടെ ചെയ്തു, അതിലെ കാസറ്റ് ഉണ്ട്, അദ്ദേഹത്തിന്റെ ധാരാളം ബുക്കുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അദ്ദേഹം ഇന്നമാതിരി ചെയ്തു എന്ന്? ഒരു പരാതിയും ആ സാധുവിനെ പറ്റിയില്ല. പക്ഷേ MM അക്ബർ ശക്തനായ ഒരു പ്രബോധകനാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിച്ചിട്ടുള്ള ആർട്ടിക്കിൾ 25 25ന്റെയും 28ന്റെയും ഉള്ളിൽ ഇന്ത്യയിലെ ഏതൊരു പൗരനുമുള്ള സ്വാതന്ത്ര്യമാണ് MM അക്ബറോട് ഉപയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ വേട്ടയാടുകയാണ്. അതിന്റെ ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ? ഒരു പീസ് സ്കൂളിലെ മുസ്ലിം അല്ലാത്തൊരു അധ്യാപിക എന്നോട് പറയുകയാണ്, സാർ ഇവിടെ വന്നിട്ട് എന്നെ പോലീസുകാർ ചോദ്യം ചെയ്തിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ MM അക്ബർ എത്ര പ്രാവശ്യം ഇസ്ലാമത്ത് കൂടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന്. അവര് MM അക്ബർ കണ്ടിട്ടില്ല. പീസ് സ്കൂളുകൾ നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുക. എന്താ പീസ് സ്കൂളുകൾ? സിലബസ് പരിശോധിക്കുകയാണത്രേ. സിലബസ് പരിശോധിച്ച് എന്താ കണ്ടെത്തിയത്? ഞാൻ ആ ചാർട്ട് ഷീറ്റ് നോക്കി. സിലബസിലല്ല, ഇസ്ലാമിക് സ്റ്റഡീസിൽ ഒരു ചോദ്യം, ആ ചോദ്യം നല്ല ചോദ്യമാണെങ്കിലും അത് കുട്ടികൾക്ക് ഇപ്പൊ പഠിപ്പിക്കുന്ന അവർ നേരത്തെ ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. അവർ പറഞ്ഞു, ഇവിടെ ഒരു പാഠപുസ്തകത്തിൽ ഒരു ഭാഗം പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ പാഠപുസ്തകങ്ങളിൽ നിന്നും പിൻവലിച്ചിട്ടുണ്ട്. ഒന്നുകിൽ അടുത്ത എഡീഷനിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കൊടുത്ത എഡീഷനിൽ ബ്ലാക്ക് അടിക്കും. പിന്നെന്താ വേറൊരു സംശയം എടുത്ത പോലീസുകാർക്ക്? അതിലൊരു പാടുണ്ട് അത്രയും. ആ പാഠം എന്താണെന്നറിയും നിങ്ങൾക്ക്? ഇംഗ്ലീഷിലാണ്. ഞാൻ മലയാളം പറയാം. ഇബ്രാഹിം മഹാനായ ഒരു പ്രവാചകനായി. ഇബ്രാഹിമിന് വിഗ്രഹങ്ങളുടെ എതിരായി. അങ്ങനെ ഒരു ദിവസം വിഗ്രഹാരാധകന്മാർ പുറത്തു പോയപ്പോ ഇബ്രാഹിം വിഗ്രഹങ്ങൾ തല്ലി കൊടുത്തു. ഒരു വിഗ്രഹം ബാക്കിയായി, വലിയ വിഗ്രഹം. അവർ മടങ്ങി വന്നു ഇബ്രാഹിമിനോട് ചോദിച്ചു, ഇബ്രാഹിം നീയാണോ ഇത് ചെയ്യുന്നത്? അപ്പൊ പറഞ്ഞു, നിങ്ങളാ വലിയ പ്രതിമയോട് ചോദിക്കുക. അപ്പൊ പറഞ്ഞു, നിങ്ങൾ മിണ്ടിയില്ല. അപ്പൊ അവരോട് പറഞ്ഞു,
മിണ്ടാത്ത ആ പ്രതിമയോട് നിങ്ങൾ പിന്നെ സംസാരിച്ചിട്ട് എന്താ കാര്യം, നിങ്ങൾ വിശ്വസിച്ചിട്ട് എന്താ കാര്യം? അവർ അദ്ദേഹത്തെ തീയിലിട്ടു. തീയെ ഇബ്രാഹിമിനെ കരിച്ചില്ല, തീയിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു. ഇത് എം എം അക്ബറിൻ്റെതല്ല. ഇസ്ലാമിക് സ്റ്റഡീസിൽ പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബിയെ പറ്റി പറഞ്ഞിട്ടുള്ള ഭാഗത്തിന്റെ ഇംഗ്ലീഷ് വിവർത്തനമാണ്. അവിടെ എന്താ കുഴപ്പം? ഇസ്ലാമിക് സ്റ്റഡീസിൽ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇസ്ലാമിക് സ്റ്റഡീസിന്റെ ഭാഗമായി ചേർത്താൽ അതെങ്ങനെ ക്രിമിനൽ ഒഫൻസ് ആകുമെന്ന് ഈ പോലീസുകാർക്ക് പറയാൻ നോക്കുമോ? അതിന്റെ പേരിൽ സിലബസ് ഞാൻ ചോദിക്കുന്നത്, അവിടെ ഒരു ചോദ്യമുണ്ട്. ഈ ഇന്ത്യ രാജ്യത്ത് 12,000 സ്കൂളിൽ RSS നടത്തുന്നത്. അതിന്റെ ശാഖകൾ കേരളത്തിലുണ്ട്, ഒരുപാട് ശാഖകളുണ്ട്. എന്താ ഈ പോലീസുകാർ ഏതെങ്കിലും ഒരു സ്കൂളിൽ പോയി സിലബസ് പരിശോധിക്കാത്തത്? നിങ്ങൾക്ക് എങ്ങനെ ഒരു മുൻവിധി ഉണ്ടായത്? മുസ്ലിങ്ങൾ നടത്തുന്ന സ്കൂളിലാണ് മതസൗഹാർദ്ദം തകർക്കുന്ന ഈ ഇബ്രാഹിമിനെ പറ്റി അതിന്റെ അടി എഴുതിയ എന്താ അറിയോ? ഇങ്ങനത്തെ പാഠം കുട്ടികളെ പഠിപ്പിച്ചാൽ അത് മതേതരത്വത്തിനെതിരല്ല എന്നാണ്. ഖുർആനിൽ പറഞ്ഞ കാര്യം ഇസ്ലാമിക് സ്റ്റഡീസിന്റെ ഭാഗമായി പഠിപ്പിക്കാൻ നിങ്ങൾ സമ്മതമാണോ? അല്ലെങ്കിൽ കേസെടുക്കുമെന്ന് പറഞ്ഞാൽ അത് പഠിപ്പിക്കാതിരിക്കാൻ നോക്കുമോ? എന്നിട്ട് ചിത്രീകരിക്കുകയാണ്. എന്താണ് സിലബസിലാക്കിയത്? സിറിയെന്നാണ്. ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ആസ്ഥാനം പീസ് സ്കൂളുകളാണ്. ഒരു കുട്ടി എന്നോട് പറയുന്നു, പീസ് സ്കൂളിൽ പഠിക്കുന്നേ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക് സ്റ്റഡീസിന്റെ ബുക്കൊക്കെ മടക്കിക്കൊണ്ടാളി, അതിന് പഠിപ്പിക്കേണ്ട. പേടിച്ചു പോയി പാവങ്ങൾ. ഇസ്ലാമിക് സ്റ്റഡീസിന്റെ ബുക്ക് കുട്ടികളെ കൊണ്ട് മടക്കി വാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോയത് മറുപടി പറയേണ്ടവരാണ് പിണറായി വിജയനും അദ്ദേഹം നയിക്കുന്ന ഭരണകൂടവും. എന്തുകൊണ്ടാണ് നിങ്ങൾ പരിശോധിക്കാത്ത? മറ്റ് സ്ഥാപനങ്ങൾ പരിശോധിച്ചിട്ടില്ലല്ലോ. മുതലക്കോടന്മാരെന്ന് പറയല്ല, മുഖ്യമന്ത്രിയുടെ കാണാൻ പോയിട്ട് സംഘത്തിന്റെ കൂടെ ഞങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് സിലബസ് പരിശോധിക്കുകയാണ് നിങ്ങൾ മറ്റുള്ള പരിശോധിക്കാത്തത്? നീ സിലബസിൽ പ്രശ്നമുണ്ടെന്നിരിക്കട്ടെ, അതിന് ക്രിമിനൽ കേസ് എടുക്കണം, അതിന് വിദ്യാഭ്യാസ വകുപ്പ് അതിന്റെ നടപടി എടുക്കണം. ആ സ്വഭാവത്തിൽ അത്തരം കാര്യങ്ങൾ അനസ്യൂര് ഇവിടെ നടക്കുകയാണ്. പ്രസംഗം ഇപ്പോ യൂട്യൂബ് തുറന്നാൽ പ്രസംഗം ഒഴുകി വരികയാണ്. ചില പ്രസംഗം കേട്ടാൽ അമ്പരന്ന് പോകും. അങ്ങനത്തെ പ്രസംഗം നടത്തിയ എത്ര ഫാസിസ്റ്റ് ശക്തിയുടെ പ്രസംഗം ഇഷ്ടം പോലെ ഇവിടെയുണ്ട്. ഒരു പെറ്റി കേസ് എടുത്തിട്ടുണ്ടോ? ഇവിടെ ഇപ്പോ പല വണ്ടിയന്മാരുടെ പേരിലും കേരളത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഒരു വണ്ടിയുടെ പേരിൽ നടക്കാവ് പോലീസ് UAPA ചുമത്താൻ എടുത്ത ഒരു മാർഗം എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് നേരായിട്ട് ഒരാൾ കേസ് കൊടുത്തു. അപ്പൊ ഇവര് അവിടുന്ന് കാസർഗോഡ് അതില് വിദ്വേഷം ഉണ്ടാക്കുന്ന പ്രസംഗങ്ങളുടെ ചാർജ് വെച്ച് ഇവിടെ വന്നപ്പോ അത് ഇവിടെ നമ്മുടെ കോഴിക്കോടാണ്, നടക്കാവ് സ്റ്റേഷൻ കീഴിലാണ്. ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഇവർ കണ്ടുപിടുത്തം എന്താണ്? ഈ പണ്ഡിതൻ പ്രസംഗിച്ചതിന്റെ കൂടെ ഉണ്ട് ഖുർആന്റെ ആയത്തിനാണ്. അത് നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങളുടെ വിശ്വാസ പ്രമാണ പ്രകാരം ജീവിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ തത്വങ്ങൾ ബലി കൊടുക്കരുത്, നിങ്ങൾ ഹിജറ പോയിക്കൊള്ളി. ഈ പോലീസുകാരനെ കണ്ടുപിടുത്തം എന്താണെന്നറിയോ? ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് സിറിയയിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നതാണ് ഈ മതപണ്ഡിതന്റെ പ്രസംഗം എന്നാണ്. ഇങ്ങനെ ഇവിടുത്തെ പോലീസുകാർ മണ്ടശിരോമണികളായ ലക്ഷയില്ല. സിറിയയിലേക്ക് പോകാനാണ് ഇതിന്റെ പ്രചോദനം. അദ്ദേഹം ഇന്ന് വേട്ടയാടപ്പെടുകയാണ്. ഞാൻ ചോദിക്കുന്നത്, പ്രസംഗത്തിന്റെ പേര് UAP എടുക്കാമോ നിങ്ങൾക്ക്? പ്രസംഗത്തിന്റെ പേര് UAP എടുക്കാൻ ഒക്കില്ല. അതിന് വേറെ ചാർജുണ്ട്. UAPയുടെ സെക്ഷൻ 39A പ്രകാരം കേസെടുത്തത് ഭീകര സംഘടനയുടെ പേരിൽ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന കുറ്റത്തിലാണ്. ആ പണ്ഡിതന്റെ കുടുംബം ഇന്നും കേഴുകയാണ്. അനീഫ മോയുടെ സഹോദരൻ എന്നോട് പറഞ്ഞു, ബഷീർക്ക കാക്കൽ പിടിച്ചുകൊണ്ടുവരുന്ന ശേഷം എന്റെ ഉമ്മന്റെ കണ്ണീര് പറ്റിയിട്ടുണ്ട്. എന്താണ് നിങ്ങളെല്ലാം കൂടി ദ്രോഹം ചെയ്യുന്നത്? ഇവിടെ നേതാക്കന്മാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യയിലെ മതേതരത്വത്തിന്റെ സന്ദേശവാഹകന്മാരായിരുന്നു ഈ രാജ്യത്ത് മുസ്ലിം സഹോദരന്മാർ. ISന്റെ പ്രശ്നം പറഞ്ഞിട്ട് എത്ര പേരെ കൊണ്ടുപോയി?
നിങ്ങൾ എന്തിനാണ് ISIS-നോട് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിലെ ആളുകളെ പെട്ടെന്ന് നിങ്ങൾ ചേർക്കുന്നത്? പരിശുദ്ധമായ മദീനയ്ക്ക് നേരെ പോലും ബോംബിടാൻ മടിക്കാത്തവരാണ് ISIS-കാർ. ലോകം വെറുക്കുന്നവരാണ് അവർ. ISIS-നെതിരായി അതിശക്തമായ പ്രചരണങ്ങൾ രാജ്യത്ത് നടത്തിയ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ഷാക്കിർ നായിക്കിന്റെ CD വെച്ച് ഞങ്ങൾ പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ ഒരാൾ ചോദിച്ചു അദ്ദേഹത്തോട്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ISIS? അദ്ദേഹം പറഞ്ഞു, ISIS ഈസ് ആന്റി ഇസ്ലാമിക്. അങ്ങനത്തെ ISIS-ന്റെ കൂടെ ഇവിടെ കുറെ ആളുകളെല്ലാം ISIS ഉണ്ടാക്കുകയാണ്, ആളുകളെ റിക്രൂട്ട് ചെയ്യുകയാണ് എന്നുള്ള യക്ഷിക്കഥയെ പോലും നാണിപ്പിക്കുന്ന കള്ളക്കഥകൾ ഇവിടെ പറഞ്ഞുണ്ടാക്കുകയാണ്. ഇടതുപക്ഷ മുന്നണി ഗൗരവമായിട്ടൊരു കാര്യം ചിന്തിക്കണം. നിങ്ങൾ ഈ ഫാസിസ്റ്റ് ശക്തികളുടെ ശൈലിയിൽ ഭരണം നടത്തുകയാണ്. ഒരു സമുദായത്തെ വഞ്ചിക്കാൻ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ രക്ഷകന്മാരാണ്. ഇന്ന് ഇന്ത്യയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ചെയ്യുന്ന ദ്രോഹം പിണറായി വിജയൻ നയിക്കുന്ന കേരള ഗവൺമെന്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ചെയ്യുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരു കാര്യം നിങ്ങളൊക്കെ ആലോചിക്കണം. അനീതിക്ക് അറുതിയുണ്ടാവും. അനീതിക്ക് അറുതി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ നിർമ്മലമായ മനസ്സുള്ള സത്യസന്ധതയ്ക്ക് വേണ്ടി നിന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാം. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. ഇസ്ലാം എല്ലാവരെയും ബഹുമാനിക്കുന്ന മതം. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം തന്നെ സഹിഷ്ണുതയായിരുന്നു, സൗമ്യഭാവമായിരുന്നു. എല്ലാ മതവിഭാഗക്കാരോടും നീതിയുള്ള സമീപനം. ഈ നാട്ടിൽ ഏതെങ്കിലും ഒരാൾ ഒരു വികൃതി കാണിച്ചുവെങ്കിൽ ഒരു സമുദായത്തിന്റെ വിശ്വാസ സ്വാതന്ത്ര്യത്തെയും മതപ്രബോധന സ്വാതന്ത്ര്യത്തെയും സ്ഥാപനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യത്തെയും പോലും നിങ്ങൾ ഹനിക്കുകയാണ്. എന്നെ ഫാസിസ്റ്റുകളുടെയും ആഗ്രഹം യാതൊരു തെറ്റും ചെയ്യാത്തവരുടെ പേരിൽ ഇല്ലാത്ത അപരാധമുണ്ടാക്കി. അങ്ങനെയാണല്ലോ ബീഫ് സംഭവം ഉണ്ടായത്. പാവം അദ്ദേഹം ബീഫ് വാങ്ങി സൂക്ഷിച്ചു കള്ളക്കട പറഞ്ഞുണ്ടാക്കി, അതിന്റെ പേര് അദ്ദേഹത്തെ തല്ലിക്കൊന്നു. അതുപോലെ പ്രബുദ്ധമായ കേരളത്തിൽ എനിക്കും കൂടെ സംസാരിച്ച സണ്ണിയും ശ്രീ രാമനോടിയൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് നന്മകൾ വിളഞ്ഞു നിൽക്കുന്ന ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള സംഗതികളുമായി മുന്നോട്ട് പോകരുത്. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെതിരായി പ്രതികരിക്കുന്ന ഒരു ജനത ഈ നാട്ടിൽ ഉണ്ടെന്ന ബോധം നിങ്ങൾക്കുണ്ടാകണമെന്നാണ് എനിക്ക് അവരോട് പറയാറ്. മുസ്ലിം ലീഗ് ഒരിക്കലും അന്യായമായ കാര്യമേ പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പഥങ്ങളിൽ നന്മ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും ഇവിടെ സൂചിപ്പിച്ചതുപോലെ മറ്റേത് മതവിഭാഗത്തിന് നേരെ അതിക്രമം ഉണ്ടാവുകയാണെങ്കിലും നീതി നിഷേധിക്കുകയാണെങ്കിലും അവിടെ ഹരിത പതാക ഉയർത്തിപ്പിടിച്ച് മുസ്ലിം ലീഗ് പ്രതികരിക്കും, സംശയമാർക്കും വേണ്ട. പക്ഷേ അന്യായമായി ഒരു സമുദായത്തെ വേട്ടയാടിയാൽ മിണ്ടാതിരിക്കില്ല. ഞങ്ങൾക്ക് ഈ ഞാനിവിടെ പറഞ്ഞ ഒരാളുമായും വ്യക്തിപരമായ ബന്ധമേ ഇല്ല. ഞങ്ങൾ നീതി നിഷേധിക്കപ്പെടുന്നവരുടെ കൂടെയാണ്, അവരുടെ വേദനയുടെ കൂടെയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞതുപോലെ മദനി അടക്കമുള്ള ആളുകളുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെട്ടത്. ഞങ്ങളുടെ പാർട്ടിയുമായി താത്വികമായി മദനിക്ക് എതിരുണ്ടായിരുന്നു. പക്ഷെ മദനിയുടെ പേരിൽ മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട സമയത്ത് മറ്റൊന്നും നോക്കാതെ പ്രതികരിച്ച പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, പവിത്രമായൊരു ദൗത്യമാണിത്. നീതിക്ക് വേണ്ടിയുള്ള, അന്യായത്തിനെതിരായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയെ പരസ്യമായി വസ്ത്രാക്ഷേപം ചെയ്യുന്ന നയത്തിനെതിരായി പ്രബുദ്ധമായ ജനാവലിയുടെ ഉഗ്രമായൊരു പ്രഖ്യാപനമായി ഈ മഹാസമ്മേളനം മാറുകയാണ്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കുവാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്ക് കേട്ടതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.